ഇന്നത്തെ പരിപാടി ആലപ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് പോലാണ്. അതിനുവേണ്ടി നമ്മളെ പിള്ളേരിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പ് നമ്മൾ 2-3 ദിവസമായി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പിള്ളേർ ട്രിപ്പ് പ്ലാൻ ചെയ്തും പോകും. പക്ഷെ നമ്മുടെ ട്രിപ്പ് പ്ലാൻ എല്ലാ പ്രാവശ്യം മൂഞ്ചിലാണ് പതിവ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം മൂഞ്ചില്ല. അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ട്രെയിൻ വന്നത്. ട്രെയിനിൽ കയറി ബായിമാരനെ ഗണിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ മെയിൻ കളിച്ചു. നമ്മൾക്ക് ട്രെയിൻ പുലർച്ചെ 1 മണിക്കായിരുന്നു. ട്രെയിനിൽ കയറി ആലപ്പുഴ എത്തുന്നതിൽ ഒരുത്തം പോലും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കഠിനമായ 4 മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴ എത്തി. അവിടെ നിന്ന് ആദ്യം പോയത് വെയിറ്റിംഗ് ഹാളിക്കാണ്. അവിടെ പോയി ഒന്നും നോക്കില്ല, 2 മണിക്കൂർ കടന്നുറങ്ങി. ഉറങ്ങി അണിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഇത്ര അച്ചടക്കത്തോടെ കിടക്കുന്ന പിള്ളേർ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫ്രഷ് ആയി നേരെ പോയത് ആലപ്പുഴ ബീച്ചിൽ. ബീച്ചിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ. പിന്നെ ആലപ്പുഴയിൽ വെറൈറ്റി മീനുകളെ കണ്ട് ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങി. അപ്പൊ നമ്മുടെ ശരിക്കത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആലപ്പുഴയിൽ ഒരു ബോട്ട് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചിക്കനും വാങ്ങി നേരെ ബസ്സിൽ കയറി. ആലപ്പുഴത്തെ ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങളോട് ഒടുക്കത്തെ സ്നേഹം. ഞങ്ങളോട് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ വന്ന് ബോട്ട് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ബോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ അടുത്തൊന്നും ബോട്ട് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. നമ്മൾ ആദ്യം വിചാരിച്ചാൽ നമ്മൾക്ക് മാത്രമുള്ള ബോട്ട് അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു 10-30 ബോട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ ബോട്ടാണെങ്കിൽ ഒരു അറ്റത്തായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞാണ് ഈ അറ്റത്ത് പാർക്ക് ചെയ്യാൻ. പക്ഷെ ഇവിടെ വെയിലായതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തു എന്നാണ് അവര് പറഞ്ഞത്. പിന്നെ അവിടെ വെയിലില്ലാത്തതുകൊണ്ട് അവര് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ നമ്മൾ ബോട്ടെത്തി. ബോട്ടിലെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് മടിയില്ലെങ്കിൽ അടുത്തൊരു വീഡിയോ വേഗം തന്നെ വരും. അപ്പൊ ശരി എന്നാ.